നമസ്കാരം സുഹൃത്തുക്കളെ, മിഡ്നൈറ്റ് ടെയിൽസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെറുമൊരു മോഷണത്തിൻ്റെ കഥയല്ല, മിക്കവാറും ഒരു സിനിമയെപ്പോലും തോൽപ്പിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത ഒരു വമ്പൻ കൊള്ളയെക്കുറിച്ചാണ്. ലണ്ടനിലെ ഏറ്റവും VIP-കൾ താമസിക്കുന്ന നൈറ്റ്സ്ബ്രിഡ്ജ് എന്ന സ്ഥലത്ത് പട്ടാപ്പകൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നടന്ന ആ 60 മില്യൺ പൗണ്ടിൻ്റെ മോഷണം കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. തോക്കും പിടിച്ചു ആളെ പേടിപ്പിച്ചു പണം തട്ടുന്ന സാധാരണ കള്ളന്മാരുടെ കഥയല്ല ഇത്, മറിച്ച് സ്റ്റൈലും ബുദ്ധിയും ഉപയോഗിച്ച് ലോകത്തെ തന്നെ വിറപ്പിച്ച ഒരു പ്ലേബോയ് കൊള്ളക്കാരൻ്റെ കഥയാണ്. ഈ കഥയുടെ ഓരോ ഘട്ടവും അത്രത്തോളം ത്രില്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ സെക്കൻഡ് പോലും മിസ് ചെയ്യാതെ ഇത് മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ തുടങ്ങുന്നതിനു മുൻപ് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിപരമായ മോഷണം ഏതാണ് എന്ന് താഴെയൊന്ന് കമന്റ് ചെയ്യാമോ? അതുപോലെ ഇത്തരം ക്രൈം സ്റ്റോറികൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ വലിയ ബാങ്ക് ലോക്കറിനുള്ളിലെ ആ തണുത്ത അന്തരീക്ഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. അവിടെയുള്ള ഫ്ലൂറസെന്റ് ലൈറ്റുകൾ ചെറിയൊരു ശബ്ദത്തോടെ കത്തുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ആ മനുഷ്യൻ അതീവ ശാന്തനാണ്. അയാൾ 3 വ്യത്യസ്ത ഭാഷകളിൽ വളരെ സ്റ്റൈലായി അവിടെയുള്ളവർക്ക് കോഫി ഓർഡർ ചെയ്യുന്നു. 1987 ജൂലൈ മാസത്തിലെ ആ ദിവസം ലണ്ടൻ നഗരം മുഴുവൻ തിരക്കിലായിരുന്നപ്പോൾ ആരും വിചാരിച്ചില്ല ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മോഷണമാണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന്. ഇരുട്ടിൻ്റെ മറവിൽ വന്ന് പൂട്ടുകൾ തകർക്കുന്ന പഴയ രീതിയിലല്ല, മറിച്ച് വളരെ മാന്യമായി പകൽ വെളിച്ചത്തിൽ നടന്ന ഒരു അധിനിവേശമായിരുന്നു അത്. നഗരത്തിലെ വലിയ പണക്കാരും പ്രഭുക്കന്മാരും പുറത്ത് ഷോപ്പിംഗ് നടത്തുമ്പോൾ ഈ മനുഷ്യൻ ലോഹപ്പെട്ടിക്കുള്ളിലെ കോടിക്കണക്കിന് രൂപയുടെ രഹസ്യങ്ങളിലേക്ക് കൈകടത്താൻ തയ്യാറെടുക്കുകയായിരുന്നു. അടച്ചിട്ട വാതിലുകൾ തനിക്ക് തടസ്സമല്ലെന്നും മറിച്ച് തന്നെ അകത്തേക്ക് സ്വാഗതം ചെയ്യുന്ന ഒന്നാണെന്നും അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതായിരുന്നു വലേരിയോ വിച്ചെ എന്ന പ്ലേബോയ് കൊള്ളക്കാരൻ്റെ തുടക്കം. ഇറ്റലിയിലെ അസ്കോലി പിസെനോ എന്ന കൊച്ചു ടൗണിൽ 1955 വിച്ചെ ജനിച്ചത്. അവിടുത്തെ കാറ്റിന് പഴയ കല്ലുകളുടെയും ഓലിവ് ഓയിലിൻ്റെയും മണമായിരുന്നു. 30 വയസ്സ് തികയുന്നതിനു മുൻപ് തന്നെ ഇറ്റാലിയൻ പോലീസ് അയാളുടെ പേരിൽ 50ഓളം ആയുധധാരികളായ മോഷണ കേസുകൾ ചാർജ് ചെയ്തിരുന്നു. ക്രൂരത കൊണ്ടല്ല അയാൾ പ്രശസ്തനായത്, മറിച്ച് ഏതൊരു ആയുധത്തെക്കാളും വേഗത്തിൽ ആളുകളെ കയ്യിലെടുക്കുന്ന അയാളുടെ പെരുമാറ്റവും സംസാരരീതിയും കൊണ്ടാണ്. ഒരു നയതന്ത്രജ്ഞനെ പോലെ 4 ഭാഷകൾ വളരെ ഒഴുക്കോടെ സംസാരിക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നു. കൂടാതെ ചില കാറുകളേക്കാൾ വിലയുള്ള സ്യൂട്ടുകളാണ് അയാൾ എപ്പോഴും ധരിച്ചിരുന്നത്. ലോകം മുഴുവൻ തനിക്ക് വേണ്ടി കാത്തുനിൽക്കുകയാണെന്ന് വിശ്വസിച്ച അയാൾ ഒരു റേസിംഗ് ഡ്രൈവറെ പോലെ അത്രയും വേഗത്തിലാണ് ജീവിതം നയിച്ചിരുന്നത്. 1985 ഒരു ഇറ്റാലിയൻ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട വിച്ചെ നേരെ ലണ്ടനിലേക്കാണ് വണ്ടി കയറിയത്. അവിടെ എത്തിയതോടെ അയാൾ തൻ്റെ രൂപവും ഭാവവും പൂർണ്ണമായും മാറ്റിമറിച്ചു. ലണ്ടനിലെത്തിയ വിച്ചെ പെട്ടെന്ന് തന്നെ അവിടുത്തെ വലിയ പണക്കാരുടെ ഇടയിലെ ഒരു ആർട്ട് ഡീലറായി വേഷം മാറി. നൈറ്റ്സ്ബ്രിഡ്ജിലെ വലിയ ക്ലബ്ബുകളിൽ അയാൾ നിത്യസന്ദർശകനായി മാറി. അവിടെ ഒരു കുപ്പി ഷാംപെയിനിന് തന്നെ 400 പൗണ്ടിലധികം വില വരുമായിരുന്നു. ചുവന്ന നിറത്തിലുള്ള റോഡിലൂടെ പാഞ്ഞു പോകുന്ന ഒരു ഫെരാരി ടെസ്റ്ററോസ കാറിലായിരുന്നു അയാളുടെ യാത്ര. ആ കാർ കാണുമ്പോൾ തന്നെ അയാൾ അവിടുത്തെ വലിയൊരു പണക്കാരനാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ സത്യത്തിൽ ഇതൊക്കെ അയാളുടെ ഒരു ഒളിച്ചുകളിയായിരുന്നു. ആ ആഡംബര ജീവിതത്തിൻ്റെ മറവിൽ നിന്ന് അയാൾ തൻ്റെ ഇരയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നൈറ്റ്സ്ബ്രിഡ്ജ് സേഫ് ഡിപ്പോസിറ്റ് സെന്റർ എന്ന ആ വലിയ ബാങ്ക് കെട്ടിടം കാണാൻ തന്നെ നല്ല പ്രൗഢിയുള്ളതായിരുന്നു. അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഫ്ലോർ പോളിഷിൻ്റെയും ലോഹങ്ങളുടെയും ഒരു പ്രത്യേക മണമായിരുന്നു. വിച്ചെ അവിടേക്ക് ഒരു കള്ളനായിട്ടല്ല, മറിച്ച് ഒരു വലിയ കസ്റ്റമറായിട്ടാണ് ആദ്യം ചെല്ലുന്നത്. ഒരു കള്ളപ്പേരുപയോഗിച്ച് അയാൾ അവിടെ ഒരു ലോക്കർ വാടകയ്ക്കെടുത്തു. അതിനുശേഷം മാസങ്ങളോളം അയാൾ അവിടെ പോയി കാര്യങ്ങൾ പഠിച്ചു. അവിടുത്തെ ഓരോ നീക്കങ്ങളും അയാൾ കൃത്യമായി മനസ്സിലാക്കി. അവിടുത്തെ ലൈറ്റുകളുടെ ശബ്ദം പോലും അയാൾക്ക് മനഃപ്പാഠമായിരുന്നു.
അവധി ദിവസങ്ങളിൽ അവിടെ ജീവനക്കാർ വളരെ കുറവാണെന്നും മുകളിലെ CCTV ക്യാമറകൾ ആരും എപ്പോഴും ശ്രദ്ധിക്കുന്നില്ലെന്നും അയാൾ കണ്ടെത്തി. അവിടുത്തെ വലിയ ഇരുമ്പുവാതിലുകൾ ശക്തമാണെങ്കിലും അത് നിയന്ത്രിക്കുന്ന മനുഷ്യൻ അത്ര ശക്തനല്ലെന്ന് അയാൾക്ക് തോന്നി. പർവേസ് ലത്തീഫ് എന്ന പേരുള്ള അവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ വലിയ കടബാധ്യതകളിൽ പെട്ടുനിൽക്കുകയാണെന്ന് വിജയ് മനസ്സിലാക്കി. വളരെ പക്വതയോടെയും സ്നേഹത്തോടെയും അയാൾ ലത്തീഫിനെ സമീപിച്ചു. ഒരാളുടെ വിശ്വാസം തകർക്കാൻ എന്ത് വില കൊടുക്കണമെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. അയാൾ ലത്തീഫിനെ സ്വാധീനിച്ച് അവിടുത്തെ അലാറം കോഡുകളും താക്കോലുകൾ എവിടെയാണ് ഇരിക്കുന്നത് എന്ന രഹസ്യവും ചോർത്തിയെടുത്തു. അതിനുശേഷം തന്റെ പഴയ ഇറ്റാലിയൻ സുഹൃത്തുക്കളെയും ലണ്ടനിലെ ചില വിദഗ്ധരെയും കൂട്ടി അയാൾ ഒരു സംഘം രൂപീകരിച്ചു. അവർ വെറും കള്ളന്മാരായിരുന്നില്ല, മറിച്ച് ഓരോ കാര്യവും വളരെ കൃത്യമായി ചെയ്യാനറിയുന്ന കലാകാരന്മാരായിരുന്നു. 1987 ആ വേനൽക്കാലത്ത് ചരിത്രം മാറ്റിക്കുറിക്കാൻ പോകുന്ന ആ മോഷണത്തിനായി അവർ തയ്യാറെടുത്തു. യൂറോപ്പിലെ ഏറ്റവും വലിയ ബാങ്ക് കവർച്ചകളിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ വലിയ തട്ടിപ്പിന്റെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. 1987 ജൂലൈ 12 ശനിയാഴ്ച. ആ വെയിലിനു പോലും ഒരു പ്രത്യേക സ്വർണ്ണ നിറമായിരുന്നു എന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്നവർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 10 മണിയായപ്പോൾ വെലേരിയോ വിജയും കൂട്ടാളികളും നൈറ്റ്സ്ബ്രിഡ്ജ് സേഫ് ഡിപ്പോസിറ്റ് സെന്ററിന്റെ ഉള്ളിലേക്ക് വളരെ കൂളായി അങ്ങ് നടന്നു കയറി. നല്ല വില കൂടിയ സ്യൂട്ടുകളും തിളങ്ങുന്ന ഷൂസുമൊക്കെ ഇട്ട് വലിയ കോടീശ്വരന്മാരെ പോലെയാണ് അവർ വന്നത്. കണ്ടാൽ വല്ല വലിയ ബാങ്കുകാരോ അല്ലെങ്കിൽ രാജകുടുംബത്തിലെ അംഗങ്ങളോ ആണെന്നേ ആർക്കും തോന്നുകയുള്ളൂ. വിജയുടെ കയ്യിൽ നിയമപരമായ റെന്റൽ അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. കൂടെ അവിടുത്തെ മാനേജർ പർവേസ് ലത്തീഫിനെ അവർ നേരത്തെ തന്നെ കയ്യിലെടുത്തിരുന്നു. അതുകൊണ്ടുതന്നെ വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ ആ ഭീമൻ വോൾട്ടിന്റെ വാതിൽ വളരെ സുഖമായി അവർക്ക് മുന്നിൽ അങ്ങ് തുറന്നു. ഉള്ളിലെ ആ വെളുത്ത വെളിച്ചത്തിൽ സ്റ്റീൽ ഭിത്തികളിൽ അടുക്കി വെച്ചിരിക്കുന്ന 100 കണക്കിന് ലോക്കറുകൾ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങിക്കാണണം. പക്ഷേ ആ ശാന്തത അധികനേരം നീണ്ടുനിന്നില്ല. പെട്ടെന്നു തന്നെ കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവരുടെ കയ്യിൽ നിന്നും കറുത്ത നിറത്തിലുള്ള തോക്കുകൾ പുറത്തേക്ക് വന്നു. അതുവരെ വളരെ മാന്യമായി പെരുമാറിയിരുന്ന സ്റ്റാഫുകളുടെ മുഖത്ത് പെട്ടെന്നു തന്നെ മരണം മുന്നിൽ കണ്ടതുപോലെയുള്ള ഭീതി പടർന്നു. എല്ലാവരെയും നിലത്ത് കിടത്തിയിട്ട് ഇറ്റാലിയൻ ഭാഷയിലും ഇംഗ്ലീഷിലും കലർന്ന ആജ്ഞകൾ അവർക്ക് നേരെ മുഴങ്ങി. ആ വോൾട്ടിനുള്ളിലെ തണുത്ത കാറ്റിൽ പെട്ടെന്നു തന്നെ വിയർപ്പിന്റെയും ഒരുതരം പേടിയുടെയും ഗന്ധം പടർന്നു. അവരിൽ ഒരാൾ വളരെ സാവധാനം മുൻവാതിലിലേക്ക് നടന്നു ചെന്ന് അത് അകത്തുനിന്ന് പൂട്ടി. എന്നിട്ട് പുറത്ത് കാണുന്ന രീതിയിൽ ഒരു ചെറിയ ബോർഡ് അവിടെ തൂക്കി. അതിൽ എഴുതിയിരുന്നത് താൽക്കാലികമായി അടച്ചിരിക്കുന്നു എന്നായിരുന്നു. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഉള്ളിൽ വലിയൊരു കൊള്ള നടക്കുന്നു എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ശാന്തമായിരുന്നു ആ ബോർഡ്. തെരുവിലൂടെ പോകുന്ന ആരും ഉള്ളിലെ ആ മരവിപ്പിക്കുന്ന നിശബ്ദതയോ ഭീതിയോ അറിഞ്ഞതേയില്ല. അടുത്ത 5-6 മണിക്കൂർ ആ വോൾട്ടിനുള്ളിൽ നടന്നത് ശരിക്കും ഒരു യുദ്ധം തന്നെയായിരുന്നു. പുറം ലോകം ഒന്നും അറിയാതെ അവർ ആ വോൾട്ടിനുള്ളിൽ തങ്ങളുടെ പണി വളരെ കൃത്യമായി തുടങ്ങിക്കഴിഞ്ഞു. വലിയ കൂടങ്ങൾ കൊണ്ട് അവർ ഓരോ ലോക്കറിലും ആഞ്ഞടിച്ചു. ആ വലിയ ശബ്ദം ആ മുറിക്കുള്ളിൽ വല്ലാതെ പ്രതിധ്വനിച്ചു. മെറ്റൽ കട്ടറുകൾ സ്റ്റീൽ പാളികളിൽ ഉരസുമ്പോൾ ഉണ്ടായ ആ വലിയ ശബ്ദത്തോടൊപ്പം തീപ്പൊരികൾ വോൾട്ട് മുഴുവൻ ചിതറിത്തെറിച്ചു. ഓരോ ലോക്കറും തകർക്കുമ്പോൾ വരുന്ന ആ ഒരു തരം മണം അവിടെ ആകെ നിറഞ്ഞു നിന്നു. വിജയ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതുപോലെ വലിയ ലോക്കറുകളായിരുന്നു അവർ ആദ്യം ലക്ഷ്യം വെച്ചത്. അതിലാണ് സ്വർണവും മറ്റു വില കൂടിയ സാധനങ്ങളും ഉണ്ടാകാൻ സാധ്യതയെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. ഓരോ ലോക്കറും തുറക്കുമ്പോഴും അത്യാഗ്രഹത്തോടെ അവരുടെ കണ്ണുകൾ ഓരോന്നിലും പരതിക്കൊണ്ടിരുന്നു. ആ മുറിക്കുള്ളിലെ കാഴ്ചകൾ ശരിക്കും അതിശയിപ്പിക്കുന്നതായിരുന്നു എന്ന് വേണം പറയാൻ. പഴയ പേപ്പറുകളുടെ ആ ചെറിയ ശബ്ദവും സ്വർണ്ണക്കട്ടികൾ തമ്മിൽ മുട്ടുമ്പോഴുള്ള ആ കിലുക്കവുമൊക്കെ ആ അന്തരീക്ഷത്തിൽ ഒരു സംഗീതം പോലെ മുഴങ്ങി. ലോക്കറിനുള്ളിൽ നിന്ന് വജ്രങ്ങൾ ഓരോന്നായി പുറത്തേക്ക് ചിതറി വീഴുന്നത്
ആ വെളിച്ചത്തിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലുകളുടെ മണവും വായുവിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. സിഗരറ്റ് വലിക്കുന്ന സ്റ്റാഫുകളുടെ ആ പുകയുടെ ഗന്ധവും മെഷീനുകളുടെ ഓയിൽ മണവുമെല്ലാം കൂടി അവിടെ ഒരു വല്ലാത്ത അവസ്ഥയാക്കി. ഇതിനിടയിൽ ഒരു ലോക്കറിന്റെ മൂർച്ചയുള്ള വശത്ത് തട്ടി വിജയുടെ വിരൽ ഒന്ന് മുറിഞ്ഞു. ചോര പൊടിഞ്ഞത് അവൻ അറിഞ്ഞതേയില്ല. പക്ഷേ ആ ലോക്കറിന്റെ മൂലയിൽ അവൻ അറിയാതെ തന്നെ ഒരു ചെറിയ രക്തക്കറ അവിടെ അവശേഷിപ്പിച്ചു. അത് പിന്നീട് അവർക്ക് എത്ര വലിയ പണിയാകുമെന്ന് ആ നിമിഷം ആരും കരുതിയിരുന്നില്ല. ഓരോ ചാക്കുകളിലും പെട്ടികളിലും അവർ ആ നിധിശേഖരം നിറച്ചുകൊണ്ടേയിരുന്നു. ഇതിന്റെ കൃത്യമായ മൂല്യം എത്രയാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല എന്നതാണ് സത്യം. വമ്പൻ വജ്രക്കല്ലുകൾ, കയ്യിലെടുക്കാൻ പോലും പ്രയാസമുള്ള സ്വർണ്ണക്കട്ടികൾ, പഴയകാലത്തെ അപൂർവമായ നാണയങ്ങൾ, പുതിയ ഐഡന്റിറ്റികൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന പാസ്പോർട്ടുകൾ. അങ്ങനെ അവിടെ ഇല്ലാത്തതായി ഒന്നുമില്ലായിരുന്നു. പല രാജ്യങ്ങളിലെ നോട്ടുകൾ കെട്ടുകളായി അവർ വാരിയെടുത്തു. ഏകദേശം 6 കോടി പൗണ്ട് വില വരുന്ന സാധനങ്ങളാണ് അവർ അന്ന് അവിടുന്ന് അടിച്ചുമാറ്റിയത് എന്ന് പറയപ്പെടുന്നു. പക്ഷേ നഷ്ടപ്പെട്ട പല സാധനങ്ങളും പുറം ലോകം അറിഞ്ഞിട്ടില്ല. കാരണം പല ഉടമസ്ഥരും വലിയ പണക്കാരും രാജാക്കന്മാരും ഒക്കെയായിരുന്നു. അവരുടെ കള്ളപ്പണവും അനധികൃത സ്വത്തുക്കളും ആയതുകൊണ്ടുതന്നെ അവരാരും പോലീസിൽ പരാതി നൽകാൻ തയ്യാറായില്ല. അവർക്കൊന്നിനും ഒരു തിരക്കുമില്ലായിരുന്നു. വളരെ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങളും അവർ കൃത്യമായി ചെയ്തു തീർത്തു. ഒടുവിൽ എല്ലാം തീർന്നപ്പോൾ വോൾട്ടിന്റെ പിൻവാതിലിലൂടെ ആ വലിയ ഭാരവും ചുമന്ന് അവർ പുറത്തേക്ക് നടന്നു. ആ വോൾട്ടിനുള്ളിൽ അപ്പോൾ ബാക്കിയുണ്ടായിരുന്നത് തകർന്നുകിടക്കുന്ന ലോക്കറുകളും കുറെ വേസ്റ്റ് പേപ്പറുകളും മാത്രമായിരുന്നു. മുകളിൽ ആ വെളുത്ത വെളിച്ചം ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ കത്തുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ആ ഒരു തുള്ളി രക്തം അവിടെ ഇപ്പോഴും പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് വജ്രങ്ങളെക്കാളും സ്വർണത്തേക്കാളും വിലയുള്ള ഒന്നായി ആ രക്തക്കറ പിന്നീട് മാറുമെന്ന് അപ്പോൾ ആരും ചിന്തിച്ചില്ല. എല്ലാം കഴിഞ്ഞ് അവർ അവിടെ നിന്ന് പോകുമ്പോൾ അതൊരു വലിയ വിജയമാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ വിധി അവർക്കായി മറ്റൊരു പ്ലാൻ കരുതി വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വമ്പൻ കൊള്ള കഴിഞ്ഞ് വെലേരിയോ വീച്ചിയും കൂട്ടരും വളരെ കൂളായിട്ട് അവിടുന്ന് മുങ്ങി. അടിച്ചുമാറ്റിയ ആ 60 മില്യൺ പൗണ്ടിന്റെ സ്വത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങി. സ്വർണമെല്ലാം ഉരുക്കി പുതിയ രൂപത്തിലാക്കി. വജ്രങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മുറിച്ചു മാറ്റി. ബോണ്ടുകളെല്ലാം കള്ളപ്പണമാക്കി മാറ്റി. അവർ വലിയൊരു സാമ്രാജ്യം തന്നെ പടുത്തുയർത്തി. പക്ഷെ ഇത്രയും വലിയൊരു ബുദ്ധിമാനായ വീച്ചിക്ക് ഒരിടത്ത് പാളിപ്പോയി. തൻ്റെ ആ പഴയ ആഡംബര ജീവിതത്തോടുള്ള ആർത്തി വീച്ചിക്ക് അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇറ്റലിയിലുണ്ടായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ചുവന്ന ഫെരാരി ടെസ്റ്ററോസ കാർ ലണ്ടനിലേക്ക് എത്തിക്കാൻ അയാൾ തീരുമാനിച്ചു. ഒരു വശത്ത് ഇത്രയും വലിയൊരു മോഷണം നടന്ന് പോലീസ് തലപുകഞ്ഞു നിൽക്കുമ്പോൾ വിച്ചി തൻ്റെ കാർ ഷിപ്പ് ചെയ്യാൻ കൊടുത്ത രേഖകളാണ് പോലീസിനെ അയാളിലേക്ക് എത്തിച്ചത്. ആ ഫെരാരി കാർ വിച്ചിയുടെ ജീവിതത്തിലേക്കുള്ള മരണക്കെണിയായി മാറുകയായിരുന്നു. അതിനിടയിൽ ലണ്ടൻ പോലീസിന് വോൾട്ടിനുള്ളിൽ നിന്ന് മറ്റൊരു നിർണായക തെളിവ് കൂടി ലഭിച്ചു. തകർത്ത ഒരു ലോക്കറിന്റെ മൂലയിൽ ഒരാളുടെ വിരലടയാളം പറ്റിയിട്ടുണ്ടായിരുന്നു. അതും രക്തം പുരണ്ട രീതിയിൽ. ആ നീണ്ട നേരത്തെ കഠിനാധ്വാനത്തിനിടയിൽ വിച്ചിയുടെ കയ്യിൽ എവിടെയോ ഒരു ചെറിയ മുറിവ് പറ്റിയിരുന്നു. ആ ഒരു തുള്ളി രക്തവും അതിലെ DNA-യും വിച്ചിയാണ് ഈ കൊള്ളയുടെ മാസ്റ്റർ മൈൻഡ് എന്ന് തെളിയിക്കാൻ പോലീസിന് ധാരാളമായിരുന്നു. ഫെരാരി കാറിന്റെ പേപ്പറും ഈ വിരലടയാളവും വെച്ച് ഇറ്റാലിയൻ പോലീസ് വിച്ചിയെ പൊക്കി. തന്നെ ലണ്ടനിലേക്ക് കൊണ്ടുപോകരുത് എന്ന് അയാൾ ഒരുപാട് വാദിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ഒടുവിൽ പട്ടും വളയുമിട്ടു നടന്ന ആ പ്ലേബോയ് കള്ളൻ കൈവിലങ്ങുമായി ലണ്ടനിൽ തിരിച്ചെത്തി. 1989 കോടതി വിച്ചിക്ക് 22 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചു. കൂടെയുണ്ടായിരുന്ന ലാത്തീഫിനും മറ്റു കൂട്ടാളികൾക്കും
വലിയ ശിക്ഷകൾ തന്നെ കിട്ടി. നിയമം അതിൻ്റെ വഴിക്ക് പോയെങ്കിലും ആ കവർച്ച ചെയ്യപ്പെട്ട പണത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനമായില്ല. ഏകദേശം 60 മില്യൺ പൗണ്ട് നഷ്ടപ്പെട്ടതിൽ വെറും 10 മില്യൺ മാത്രമാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ബാക്കിയുള്ള കോടാനുകോടി രൂപയുടെ സ്വർണവും വജ്രവുമൊക്കെ ഏഷ്യയിലെയും യൂറോപ്പിലെയും കരിഞ്ചന്തകളിൽ എന്നേക്കുമായി അപ്രത്യക്ഷമായി. പല ലോക്കർ ഉടമകളും തങ്ങളുടെ കള്ളപ്പണവും നികുതി വെട്ടിപ്പും പുറത്താകുമെന്ന് പേടിച്ച് പരാതി പോലും നൽകിയില്ല. അതുകൊണ്ടുതന്നെ ആ നൈറ്റ്സ്ബ്രിഡ്ജ് കൊള്ളയിൽ കൃത്യമായി എത്ര പണം പോയി എന്നത് ഇന്നും ഒരു നിഗൂഢതയായി ബാക്കി നിൽക്കുകയാണ്. ജയിലിൽ കിടന്നപ്പോഴും വിച്ചി വെറുതെയിരുന്നില്ല. അയാൾ തൻ്റെ ആത്മകഥ എഴുതി അതൊരു വലിയ ഹിറ്റാക്കി മാറ്റി. താനൊരു മാന്യനായ കൊള്ളക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ അയാൾക്ക് അപ്പോഴും വലിയ താൽപ്പര്യമായിരുന്നു. പിന്നീട് ഇറ്റലിയിലെ ജയിലിലേക്ക് മാറ്റപ്പെട്ട വിച്ചി പതുക്കെ പുറം ലോകത്തേക്ക് വരാൻ ശ്രമിച്ചു. 2000 ആണ്ടിലെ ഒരു ഏപ്രിൽ മാസത്തിൽ തൻ്റെ ജന്മനാടിന് അടുത്തുവെച്ച് പോലീസ് വിച്ചിയെ വളഞ്ഞു. അയാൾ മറ്റൊരു വലിയ കൊള്ളയ്ക്ക് കൂടി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന വിവരം പോലീസിന് കിട്ടിയിരുന്നു. ഇരുപക്ഷവും തമ്മിൽ വലിയ വെടിവെപ്പ് തന്നെ അവിടെ നടന്നു. 3 ഭാഷകളിൽ സ്റ്റൈലായി കോഫി ഓർഡർ ചെയ്തിരുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായ ആ കള്ളൻ ഒടുവിൽ ഇറ്റാലിയൻ മണ്ണിൽ വെടിയേറ്റ് വീണു. ആ നൈറ്റ്സ്ബ്രിഡ്ജിന്റെ വാതിലിൽ അയാൾ തൂക്കിയ ആ ബോർഡ് ഓർമ്മയില്ലേ? താൽക്കാലികമായി അടച്ചിരിക്കുന്നു എന്ന്. പക്ഷേ ചില വാതിലുകൾ ഒരിക്കൽ തുറന്നാൽ പിന്നെ അത് ഒരിക്കലും അടയ്ക്കാനാവില്ല. വിച്ചി ആ വോൾട്ടിനുള്ളിൽ തൻ്റെ വിരലടയാളം ബാക്കി വെച്ചത് അറിയാതെ പറ്റിയ ഒരബദ്ധമാണോ? അതോ താനൊരു വെറും സാധാരണ മനുഷ്യനാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അയാൾ മനഃപൂർവ്വം ചെയ്തതാണോ? മിഡ്നൈറ്റ് ടെയിൽസ് മലയാളത്തിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഞെട്ടിക്കുന്ന കഥകൾ ഇനിയും ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങളിലേക്കെത്തും. നിങ്ങൾ ഏത് സമയത്താണ് ഈ വീഡിയോ കാണുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആ 60 മില്യൺ പൗണ്ട് വേണോ? അതോ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ജീവിതം വേണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ഒരു കിടിലൻ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ലൈറ്റുകൾ അണയ്ക്കരുത്.